Good morning children. നമ്മുടെ സോഷ്യലിലെ ലെസൺ 5 the dresses we wear. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള എല്ലാവരും ഒരേപോലെയുള്ള ഡ്രസ്സാണ് ഇടുന്നത്. നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവർ പല രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കാറുള്ളത് അല്ലേ. അപ്പോൾ ഓരോ സ്റ്റേറ്റ്സിനും ഏതൊക്കെ തരത്തിലുള്ള ഡ്രസ്സുകളാണ് ധരിക്കുന്നത് എന്ന് നോക്കാം. The dresses we wear. India is made up of 29 states. ഇന്ത്യ എന്ന രാജ്യത്തെ നമ്മൾ എത്ര സ്റ്റേറ്റ്സുകളായിട്ട് വിഭജിച്ചിരിക്കുന്നു? 29 സ്റ്റേറ്റ്സ്. എത്രയാണ്? 29 സ്റ്റേറ്റ്സ്. വിത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ ലിവിംഗ് ഇൻ ഇറ്റ്, സ്പീക്കിംഗ് ഡിഫറെന്റ് ലാംഗ്വേജസ്. എല്ലാവരും ഒരേ ഭാഷയാണോ സംസാരിക്കുന്നത്? അല്ല അല്ലെ. നമ്മളാണെങ്കിൽ ഇവിടെ കേരളത്തിൽ മലയാളം ആണെങ്കിൽ തമിഴ്നാട് പോകുമ്പോൾ എന്താവും? തമിഴാവും അല്ലേ. മറ്റുള്ളവരുടെ ഓരോ സ്ഥലത്തിലും പോകുമ്പോൾ ഭാഷയ്ക്ക് എന്ത് ചെയ്യും? വ്യത്യാസങ്ങൾ വരും. ക്ലൈമറ്റ് ആൻഡ് ഫുഡ് ഹാബിറ്റ് ഓൾസോ വേരി ഫ്രം പ്ലേസ് ടു പ്ലേസ്. അതുപോലെ തന്നെ കാലാവസ്ഥയും അതുപോലെ തന്നെ മാറുന്നു. അതുപോലെ തന്നെ ഫുഡ് ഹാബിറ്റ്സിനും മാറ്റങ്ങൾ വരുന്നു. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്? ഭാഷയ്ക്ക് വരുന്നു, ക്ലൈമറ്റിന് വരുന്നു, ഫുഡ് ഹാബിറ്റിന് വരുന്നു. People living in different parts of the country wear different types of dresses. അപ്പൊ പല ഭാഗങ്ങളിലും ഇരിക്കുന്ന ജനങ്ങൾ എന്ത് ചെയ്യുന്നു? പല വിധത്തിലുമുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നു. Thus, it is a land of variety. അതുകൊണ്ട് തന്നെ നമ്മളെ ഇന്ത്യ എന്ന രാജ്യം വെറൈറ്റിയുടെ രാജ്യമാണ്. മനസ്സിലായോ? പല തരത്തിലുമുള്ള ഭാഷകൾ സംസാരിക്കുന്നു, പലതരത്തിലുള്ള വേഷങ്ങൾ ഇടുന്നു, പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഭക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്താണ്? ലാൻഡ് ഓഫ് വെറൈറ്റി ആണ്. സം ഡ്രസ്സസ് ആർ കോമൺ ത്രൂഔട്ട് ദ കൺട്രി. ചില ഡ്രസ്സ് എടുത്താൽ അധികം പേരും യൂസ് ചെയ്യുന്ന ഒരേ രീതിയിലുള്ള വസ്ത്രങ്ങളാണ് കാണാൻ പറ്റുക. ദ സാരി, സൽവാർ കമീസ്, ധോത്തി ആൻഡ് ഷർട്ട് ആർ വോർ ത്രൂഔട്ട് ദ കൺട്രി. നമ്മൾ നോക്കുകയാണ് അധികം പേരും എന്താണ് ഉപയോഗിക്കുക? നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിലും സാരീസ് ആണ് അധികം പേരും എന്ത് ചെയ്യണം? ഉപയോഗിക്കുന്ന വസ്ത്രം. നമ്മൾ ഏത് കാര്യത്തിൽ എവിടെ പോയാലും അധികം പേരും എന്തുപയോഗിക്കുന്നു? സാരീസ്. സൽവാർ കമീസ് അല്ലേ? സൽവാർ കമീസ് എന്ന് പറഞ്ഞാൽ ചുരിദാർ, അത് തന്നെയാണ് സൽവാർ കമീസ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? ധോത്തീസ് ആൻഡ് ഷർട്ട്. മനസ്സിലായോ? ഷർട്ടും ഉണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ. ആർ വോൺ ത്രൂ ഔട്ട് ദ കൺട്രി. സാധാരണയായിട്ട് നമ്മളെ ഈ രാജ്യത്തിന്റെ എന്താണ് ത്രൂ ഔട്ട് ആയിട്ട് അധികം പേരും ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണ്. ലുക്കിംഗ് അറ്റ് ദ വേ ഓഫ് പേഴ്സൺ ഡ്രസ്സസ് വി ക്യാൻ ടെൽ ടു വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ ഹി ഓർ ഷീ ബിലോങ്സ്. നമ്മൾ അവര് ധരിക്കുന്ന വസ്ത്രം നോക്കിയിട്ട് തന്നെ പറയാം അവർ ഏത് രാജ്യത്തിലുള്ളവരാണ് എന്ന്. നമ്മൾ ഏത് കൺട്രിയിലാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്സിലാണ് ഉള്ളത് എന്ന് നമ്മൾക്ക് അവരെ വസ്ത്രം ധരിക്കുന്ന നോക്കി നമ്മൾക്ക് പറയാൻ സാധിക്കും. സാരീസ് ഈസ് വോൺ ഡിഫറently in different parts of India. സാരീസ് ഇൻ വോൺ. സാരി തന്നെയാണ് അധികം പേരും ധരിക്കുന്നതെങ്കിൽ സാരി പല തരത്തിൽ ഉടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സാധാ ഉടുക്കുന്നു, മറ്റത് തിരിച്ചുടുക്കുന്നു, മറ്റു ചില സ്റ്റേറ്റ്സിൽ അത് തലയിൽ കൂടെ ഇടുന്നു. അങ്ങനെ പല തരത്തിൽ സാരി തന്നെ ഉപയോഗിക്കുന്നു. സാരീസ് ആർ മോർ ഡിഫറently in different parts of India. കുർത്ത ആൻഡ് ഷർട്ട് ആർ കോമൺ എമംഗ് മെൻ. കുർത്തയും ഷർട്ടാണ് സാധാരണമായിട്ട് മെൻ, മനസ്സിലായോ, പുരുഷന്മാർ ധരിക്കുന്ന വസ്ത്രം കുർത്തയും ഷർട്ടും. They are worn with trousers, pajamas or dhoti. ഇനി കുർത്ത തന്നെ ഏതിന്റെ കൂടെ? They are worn with trousers. ട്രൗസേഴ്സിന്റെ കൂടെ പൈജാമ ആൻഡ് ധോത്തീസ്. മുണ്ടിന്റെ കൂടെ എന്താ? പൈജാമിന്റെ കൂടെ ട്രൗസേഴ്സിന്റെ കൂടെ ഒക്കെ എന്തിടാൻ പറ്റും? കുർത്ത. In the North Indian state, kurta pajamas, kurta churidar and dhoti kurta are popular. മനസ്സിലായോ? ഇനി എന്തൊക്കെയാണെന്നാണ്? കുർത്തയും പൈജാമയും കൂടി ഇടും, കുർത്തയും ചുരിദാറും കൂടി ഇടും, ധോത്തിയും കുർത്തയും കൂടി ഇടും. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കുർത്തന്റെ കൂടെ ഇടുന്ന വസ്ത്രങ്ങൾ. മനസ്സിലായോ? ഇൻ കേരള ആൻഡ് തമിഴ്നാടു മുണ്ടു ആൻഡ് വേഷ്ടി ഈസ് worn with the shirt. Women in Kerala wear set mundu and blouse. അപ്പൊ എന്താ? ഇനി കേരളത്തിൽ നോക്കൂ, തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ മുണ്ടും വേഷ്ടിയാണ് പ്രധാനമായിട്ടും. മുണ്ടും ഷർട്ടുമാണ് അധികം പേരും ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഷർട്ടിന്റെ കൂടെ മുണ്ടും വേഷ്ടിയും
ധരിക്കുന്നു. പിന്നെ വുമൺ ഇൻ കേരള വിയർ സെറ്റ് മുണ്ടു ആൻഡ് ബ്ലൗസ്. സെറ്റ് മുണ്ടും ബ്ലൗസും അതേമാതിരി തന്നെ നമ്മൾ സാരിയും ഉപയോഗിക്കും അല്ലേ. അടുത്ത് നോക്കൂ, കാശ്മീരി മെൻ ആൻഡ് വുമൺ വിയർ ലോങ് വുള്ളൻ കുർത്ത കോൾഡ് ഫിറാൻ. പീപ്പിൾ ഇൻ കോൾഡ് റീജിയൻ വിയർ വുള്ളൻ ക്ലോത്ത്. ഇനി കാശ്മീരി മെൻ, കാശ്മീരി പറഞ്ഞാൽ കാശ്മീരിൽ തന്നെ എന്തായിരിക്കും, പൊതുവെ നല്ല തണുപ്പായിരിക്കും അല്ലെ. അപ്പൊ കാശ്മീരി മെൻ ആൻഡ് വുമൺ വിയർ ലോങ് വുള്ളൻ കുർത്ത. അതുകൊണ്ട് തന്നെ അവര് വുള്ളൻ കുർത്തയാണ് ധരിക്കുന്നത്. മനസ്സിലായോ? വുള്ളൻ കുർത്ത എന്ന് പറഞ്ഞാൽ എന്താണ്, രോമം കൊണ്ടല്ലേ. എന്താണ്, ഷീപ്പിന്റെയും ഇതിന്റെ അവര് കമ്പിളി വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിനെ പറയുന്ന പേരാണ് വുള്ളൻ കുർത്തയ്ക്ക്, ലോങ് വുള്ളൻ കുർത്തയുടെ പേരാണ് ഫിറാൻ എന്ന് പറയുന്നത്. ഫിറാനെയാണ് നീളത്തിലുള്ള എന്താണ് നമ്മളെ രോമം കൊണ്ട് അത് പറഞ്ഞാൽ വുള്ളൻ ക്ലോത്തിനെയാണ് എന്ത് പറയുന്നത്, ഫിറാൻ എന്ന് പറയുന്നത്. പീപ്പിൾ ഇൻ കോൾഡ് റീജിയൻ വിയർ വുള്ളൻ ക്ലോത്ത്. നമുക്കറിയാം വുള്ളൻ ക്ലോത്ത് ആണ് കൂടുതലായിട്ടും കോൾഡ് റീജിയനുള്ളവരെ ധരിക്കുന്നത്. മനസ്സിലായോ? വുള്ളൻ ക്ലോത്ത് ആണ് കോൾഡ് റീജിയനുള്ളവർ ധരിക്കുന്ന വസ്ത്രം. ഇൻ നാഗാലാൻഡ് ആൻഡ് അതർ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ലോങ് ഷോൾസ് വിത്ത് ഡിഫറെന്റ് ഡിസൈൻസ് ആർ വോൺ. ഇനി നാഗാലാൻഡിൽ എടുക്കുകയാണെങ്കിൽ ആൻഡ് അതർ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്, നോർത്ത് ഇന്ത്യയിലും അതേ നാഗാലാൻഡിലും അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലും നോക്കുകയാണെങ്കിൽ ലോങ് ഷാൾസ്, നീളമുള്ള ഷാള് വിത്ത് ഡിഫറെന്റ് ഡിസൈൻസ് ആർ വോൺ. ഡിഫറെന്റ് ഡിസൈനില് ആ ഷാള് ധരിക്കുന്നു. In Rajasthan, chudidar and kurta are worn with achkan or anarkal. മനസ്സിലായോ? അനാർക്ക ആണ്. മനസ്സിലായോ? വുമൺ വിയർ ഗാഗ്ര കച്ചിൽ. അപ്പൊ എന്താണെന്ന് പറയുന്നത് നോക്കൂ. ഇൻ രാജസ്ഥാൻ, രാജസ്ഥാനിൽ നോക്കുകയാണെങ്കിൽ ചുരിദാർ ആൻഡ് കുർത്ത. രാജസ്ഥാനിലുള്ളവർ എന്താണ് ഉപയോഗിക്കുന്നത്? ചുരിദാറും കുർത്തയും. വിത്ത് അച്കൻ ഓർ അഗർക്ക. മനസ്സിലായോ? ആൻഡ് വുമൺ വിയർ ഗാഗ്ര കാച്ചിൽ. അപ്പൊ ഇവിടെ തന്നെ രാജസ്ഥാനിലുള്ള അവര് ധരിക്കുന്ന വസ്ത്രത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. രാജസ്ഥാൻ എന്ന് എഴുതിയിട്ടുണ്ട്. അവരിന്റെ വസ്ത്രത്തിന്റെ നോക്കുക. അപ്പൊ ഏതാണ്, ഓരോരുത്തരിലും ഓരോ സ്റ്റേറ്റ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോ ആ സ്ഥലങ്ങൾ എവിടെയാണ് എന്ന് നിങ്ങൾ അതിൽ തന്നെ നോക്കി കണ്ടുപിടിക്കുക. ഓക്കെ, എന്താണെന്ന് പറഞ്ഞാൽ നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യാം, ആ വസ്ത്രത്തിന്റെ ചിത്രങ്ങൾ തരും. അപ്പൊ ആ വസ്ത്രം ഏത് രാജ്യത്താണ് അവര് ധരിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. മനസ്സിലായോ? അപ്പൊ രാജസ്ഥാനിൽ നോക്കൂ. രാജസ്ഥാനിൽ എന്താ പറഞ്ഞത്? ചുരിദാറും കുർത്തയാണെന്ന് പറഞ്ഞു. പിന്നെ ആച്ചുക്കാൻ എന്ന അഹങ്കാർ പറഞ്ഞു. വുമൺ വിയർ ഗാഗ്ര കാച്ചിൽ. ഗാഗ്ര കാച്ചിലാണ് ആ കുട്ടി എടുത്തിരിക്കുന്ന ബ്ലൗസും പാവാടയും കണ്ടോ? അതിന്റെ തലയിൽ കൂടെ എന്തിട്ടുണ്ട്? ഒരു ഷാളും ഇട്ടിട്ടുണ്ട് അല്ലേ? അതിനെയാണ് എന്ത് പറയുന്നത്? ഗാഗ്ര കാച്ചിൽ. മനസ്സിലായോ? The salwar kameez with dupatta used to be a popular dress among Punjabi women. ഇനി പഞ്ചാബിൽ എടുക്കുകയാണെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ സൽവാർ കമീസ്. സൽവാർ കമീസ് ആണ് പഞ്ചാബിൽ എടുക്കുന്ന ഡ്രസ്സ്. പഞ്ചാബിൽ അതാണ് സൽവാർ കമീസ് വിത്ത് ദുപ്പട്ട യൂസ് ടു ബി എ പോപ്പുലർ ഡ്രസ് among പഞ്ചാബി വുമൺ. പഞ്ചാബി വുമൺ ഉള്ളവർ എന്തെടുക്കുന്നു? സൽവാർ കമീസ്. ബട്ട് നൗ വുമൺ ഓൾ ഓവർ ദ കൺട്രി വിയർ ദിസ്. പക്ഷെ സൽവാർ കമീസ് ഇപ്പോ പഞ്ചാബിൽ മാത്രമല്ല എല്ലാവരും എന്ത് എടുക്കുന്നു? എന്താണ്? സൽവാർ കമീസ് ഇപ്പോ എല്ലാവരും ഇടാറുണ്ട്. The Sikh man in Punjab wear ചുരിദാർ കുർത്ത വിത്ത് ടർബൻ. ഇനി സിഖുകാരെടുത്ത് നോക്കുകയാണെങ്കിൽ സിഖ് man in പഞ്ചാബ്, പഞ്ചാബിലുള്ള സിഖുകാര് എന്താണ് ഇടുന്നതെന്ന് പറഞ്ഞാൽ ചുരിദാർ കുർത്ത വിത്ത് ടർബൻ. ചുരിദാറും കുർത്തയും ഇടുന്നു. തലയിൽ എന്ത് കെട്ടുന്നു? ടർബൻ കെട്ടുന്നു. ചുരിദാർ കുർത്ത വിത്ത് ടർബൻ. വുമൺ ഇൻ ഗുജറാത്ത് വിയർ ലഗൻഖ വിത്ത് ചോളി ആൻഡ് മെൻ ചുരിദാർ വിത്ത് ജാക്കറ്റ്. ഇനി ഗുജറാത്തിലുള്ളവരാണെങ്കിൽ ലഗൻഖ വിത്ത് ചോളി, ലഹങ്കയും ചോളിയുമാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് മെൻ വിയർ ചുരിദാർ ജാക്കറ്റ്. മെൻ എന്ത് ചെയ്യുന്നു? ചുരിദാറും ജാക്കറ്റും ആണ് ധരിക്കുന്നത്. The turban is tied by men in different states in different style. ഇനി ടർബൻ ഉപയോഗിക്കുന്നത് പല സ്റ്റേറ്റ്സിലും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പല രീതിയിലാണ് ടർബൻ കെട്ടുന്ന രീതി. പല സ്റ്റേറ്റ്സിലും പല രീതിയിലാണ് തലയിൽ കെട്ടുന്ന ടർബൻ ഉപയോഗിക്കുന്നത്. The type of dress changes according to season in different parts of the country.
type of dress changes according to the season in different parts of the country. അപ്പോൾ പല രാജ്യങ്ങളിലും എന്താണെന്ന് പറഞ്ഞാൽ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, മാറ്റങ്ങൾ, ഡ്രസ്സിലും അവരെന്ത് ചെയ്യുന്നു, മാറ്റങ്ങൾ വരുത്തുന്നു. മനസ്സിലായോ? അപ്പൊ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ചൂട് കാലത്ത് ആ തരത്തിലുള്ള വസ്ത്രവും തണുപ്പ് കാലത്ത് ആ രീതിയിലുള്ള വസ്ത്രവും ധരിക്കും. നമ്മളാണെങ്കിലും നല്ല മഴക്കാലം ആകുമ്പോൾ എല്ലാവരും എന്താണ് ഷാള് പുതയ്ക്കാറുണ്ട്, അതേമാതിരി സ്വെറ്റർ ഇടാറുണ്ടല്ലേ, നമ്മളും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് സീസൺ അനുസരിച്ച് അവരുടെ രീതിയിലും എന്താണ് ഡ്രസ്സിന്റെ രീതിയിലും എന്ത് വരുന്നു, മാറ്റങ്ങൾ വരുന്നു. പീപ്പിൾ വിയർ വുളൻ ക്ലോത്ത് ഇൻ വിന്റർ, കോട്ടൺ ഇൻ സമ്മർ. അപ്പൊ പീപ്പിൾ വിയർ വുളൻ ക്ലോത്ത് ഇൻ വിന്റർ. വുളൻ ക്ലോത്ത് പറഞ്ഞാൽ എന്താണ്? വുളൻ ക്ലോത്ത് പറഞ്ഞാൽ കമ്പിളി വസ്ത്രങ്ങൾ. കമ്പിളി വസ്ത്രങ്ങൾ വിന്ററിലും കോട്ടൺ വസ്ത്രങ്ങൾ സമ്മറിലും ഉപയോഗിക്കുന്നു. കോട്ടൺ വസ്ത്രങ്ങൾ സമ്മറിലും ഉപയോഗിക്കുന്നു. മനസ്സിലായോ? സിന്തറ്റിക് മെറ്റീരിയൽ ലൈക്ക് പോളിസ്റ്റർ ആൻഡ് ടെറി കോട്ടൺ ഡ്രൈ ഈസിലി ഇൻ ദ റെയിനി സീസൺ. റെയിനി സീസണിൽ പോളിസ്റ്ററും ടെറി കോട്ടനും ഉപയോഗിക്കുന്നു. അതെന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടാനും നല്ല ചൂട് കിട്ടാനും വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, പോളിസ്റ്ററും ടെറി കോട്ടനും റെയിനി സീസണിൽ ഉപയോഗിക്കുന്നു. During festivals and weddings, special type of dresses are worn. ഇനി എല്ലാ സമയത്തും ഒരേ ഡ്രസ്സസ് ആയിരിക്കില്ലല്ലോ. ഫെസ്റ്റിവൽസും നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ വെഡിങ് സീസൺ പറഞ്ഞാൽ വിവാഹ വേളകളിലും നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് വോൺ ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ ധരിക്കുന്നത് എന്താണ്, അതായത് സ്പെഷ്യൽ. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ അതിനു വേണ്ടി വേറെ നല്ല ഡ്രസ്സ് വാങ്ങും അല്ലേ, അതേമാതിരി തന്നെ നല്ല സാരീസ് ഒക്കെ നല്ലത് വാങ്ങിക്കും അല്ലെ. അതുപോലെ തന്നെയാണ് വെഡിങ്ങിനും ഫെസ്റ്റിവൽസിനും ഒക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സ് അവര് ഇടുന്നു. In villages, traditional dresses are worn, but in cities, young men and women follow the Western style. In villages means എന്താ? ഗ്രാമങ്ങളിൽ ട്രഡീഷണൽ ഡ്രസ്സസ് ആർ വോൺ. ട്രഡീഷണൽസ് മീൻ എന്താണ്? നമ്മൾ എപ്പോഴും അങ്ങനെ തുടർച്ചയായിട്ട് എപ്പോഴും ഒരേപോലെ ഇട്ടിട്ട് വരുന്നതിനെയാണ് എന്താണ് ട്രഡീഷണൽ ഡ്രസ് എന്ന് പറയുന്നത്. നമ്മുടെ ട്രഡീഷണൽ ഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളാണെങ്കിൽ പട്ടുപാവാട, നമ്മൾ എന്താണ് സെറ്റുമുണ്ട്, അതാണ് നമ്മുടെ കേരളത്തില് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ്. അതുപോലെ തന്നെ ട്രഡീഷണൽ ഡ്രസ് വിത്ത് വോൺ ബട്ട് ഇൻ സിറ്റീസ് യങ് മെൻ ആൻഡ് വുമൻ ഫോളോ ദ വെസ്റ്റേൺ സ്റ്റൈൽ. അവര് വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ ക്ലോത്ത് ആർ ഫേമസ് ഓൾ അറൌണ്ട് ദ വേൾഡ് ഫോർ ദ വെറൈറ്റി ആൻഡ് ഡിസൈൻ. ഇന്ത്യൻ ക്ലോത്ത് ആണ് നമ്മളുടെ ഈ ലോകം മുഴുവനുള്ളവരും എന്താണ് പല തരത്തിലും പല വിധത്തിലുമുള്ള ഇന്ത്യൻ ഡ്രസ്സാണ്, പല ഡിസൈനുമുള്ള ഇന്ത്യൻ ക്ലോത്ത് ആണ് ഫേമസ് ആയിട്ടുള്ളത്. ഏതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്? ഇന്ത്യൻ ക്ലോത്ത്. നമ്മൾ ഏത് ദുബായിൽ എവിടെ പോയാലും അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്നാണ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നായിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ക്ലോത്ത് ആണ് വെരി ഫേമസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഇന്ത്യൻ ഡ്രസ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത്, ദ ഡ്രസ് വി വിയർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ചിത്രങ്ങളെല്ലാം നോക്കുക, ഏതൊക്കെ തരം ഡ്രസ്സാണ് എന്ന് ഇട്ടിരിക്കുന്ന ഓരോ രാജ്യത്തിൽ എന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഓക്കെ.